ദർസു സാനി ലാ തലുംനി, എന്നെ കുറ്റപ്പെടുത്തരുത്. ലാ തലുംനി ഫീ ഹവാഹ, അവളെ പ്രണയിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ലൈസ യുർലീനി സിവാഹ, അവളല്ലാതെ മറ്റാരും എന്നെ തൃപ്തിപ്പെടുത്തുകയില്ല. കവി അറബി ഭാഷയെയാണ് പ്രണയിക്കുന്നത്. അറബി ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. അറബി ഭാഷയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. അറബി ഭാഷ മാത്രമേ എനിക്ക് സംതൃപ്തി തരുകയുള്ളൂ. ലസ്തു വഹദി അഫ്തദീഹ, അറബി ഭാഷയ്ക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി, അറബി ഭാഷയ്ക്ക് വേണ്ടി സ്വയം ത്യജിക്കുന്നത് ഞാൻ മാത്രമല്ല. കുല്ലുന അല്യോമ ഫിദാഹ, നമ്മളെല്ലാവരും ഇന്ന് അവൾക്ക് വേണ്ടി, നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഫിദ, സമർപ്പണം. നസലത്ത് ഫീ കുല്ലി നഫ്സിൻ, അവൾ ഓരോ മനസ്സിലും ഇറങ്ങിയിരിക്കുന്നു. വതമശത്ത് ഫീ ദിമാഹ, എന്നിട്ട് അവരുടെയൊക്കെ രക്തങ്ങളിൽ അവൾ സഞ്ചരിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ രക്തങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അറബി ഭാഷ. ഫബിഹൽ ഉമ്മു തഗന്നത്, അവളെ കൊണ്ടാണ് ഉമ്മ പാട്ടുപാടിയത്. അറബി ഭാഷയിലാണ് ഉമ്മ പാട്ടുപാടിയത്. വബിഹൽ വാലിദ് ഫാഹ, അവളെ കൊണ്ടാണ് ഉപ്പ സംസാരിക്കുന്നത്. ഫാഹ മീൻസ് സംസാരിച്ചു. വബിഹൽ ഫന്നു തജല്ല, അവളെ കൊണ്ടാണ് കലകൾ പ്രകാശിച്ചത്. വബിഹൽ ഇൽമു തബാഹ, അവളെ കൊണ്ടാണ് ഇൽമുകൾ, വിജ്ഞാനങ്ങൾ ശോഭിച്ചത്. എല്ലാം അറബി ഭാഷയിലാണ്. അറിവുകളും മറ്റു വിജ്ഞാനങ്ങളും കലകളും എല്ലാം പ്രശോഭിച്ച് നിൽക്കുന്നുണ്ട് അറബി ഭാഷയിൽ. കൊല്ലമാ മറ സമാനൻ, കാലം കഴിയുന്നതിനനുസരിച്ച്, കാലത്തിൻ്റെ പോക്കിനനുസരിച്ച്, സാദഹ മദ്ഹം വജാഹ, അതിൻ്റെ സ്ഥാനവും പ്രശസ്തിയും ഉയരുകയാണ് ചെയ്യുന്നത്. ലുഗത്തുൽ അജ്ദാദി ഹാദി, നമ്മുടെ പൂർവികരുടെ ഭാഷയാണിത്. റഫ അല്ലാഹു ലിവാഹ, അല്ലാഹു അതിൻ്റെ പതാക ഉയർത്തട്ടെ. ഫഅഈദു യാ ബനീഹ, അതിൻ്റെ മക്കളെ, അറബി ഭാഷയുടെ മക്കളെ, നഹ്ലതൻ തുഹിയ റജാഹ, ഫഅഈദു, നിങ്ങൾ മടക്കിക്കൊണ്ടുവരിക, യാ ബനീഹ, അതിൻ്റെ മക്കളെ, നഹ്ലതൻ, ഒരു നവോത്ഥാനം, തുഹി റജാഹ, അതിൻ്റെ പ്രതീക്ഷകളെ ജീവിപ്പിക്കുന്ന ഒരു നവോത്ഥാനം നിങ്ങൾ കൊണ്ടുവരിക. അറബി ഭാഷയുടെ പ്രതാപം നിങ്ങൾ മടക്കിക്കൊണ്ടുവരിക. ആയിദു മീൻസ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. ലം യമുത് ഷഅബുൻ തഫാന, അറബി ഭാഷയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, അറബി ഭാഷയെ നെഞ്ചിലേറ്റിയതിൻ്റെ പേരിൽ ഒരാളും മരിച്ചിട്ടില്ല. മീൻസ് ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല, ഒരാൾക്കും നഷ്ടമായിട്ടില്ല. ഫി ഹവാഹ, അവളെ ഇഷ്ടപ്പെട്ടതിലും, വസ്തഫഹ, അവളെ തെരഞ്ഞെടുത്തതിൽ ആർക്കും നഷ്ടമായിട്ടില്ല. ഇതാണ് ഹലീം ദമ്മൂസ് എഴുതിയ അറബി ഭാഷയെക്കുറിച്ചുള്ള കവിത. ഷായറിനെ കുറിച്ച്, ഹലീം ഇബ്നു ഇബ്രാഹിം ജരീസ് ദമ്മൂസ് എന്നാണ് അയാളുടെ മുഴുവൻ പേര്. 88 ജനിച്ചു, 957 മരിച്ചു. അഷായറുൽ മഷ്ഹൂറു, പ്രശസ്ത കവിയായ ഹലീം ഇബ്നു ഇബ്രാഹിം ജരീസ് ദമ്മൂസ് വലിദ സനത 1888 മീലാദിയ, 88 ജനിച്ചു. ഫി മദീനത്ത് സഹല പട്ടണത്തിൽ, അതായത് ലബനനിലെ സഹല പട്ടണത്തിൽ. വതൂഫി, അദ്ദേഹം മരണപ്പെട്ടു 1957 ഫി ബൈറൂത്തിൽ, അതിന്റെ ലബനാന്റെ തലസ്ഥാനമാണ്. ഇർതഹല ഇലൽ ബ്രസീൽ, അദ്ദേഹം ബ്രസീലിലേക്ക് പോയിട്ടുണ്ട്. ബഅദ ദറാസതിഹി ഫി സഹലയിലുള്ള അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം. സുമ്മ തനക്കല ഫി ബൈറൂത്ത്, പിന്നെ ബൈറൂത്തിലേക്ക് വന്നു. ഫലസ്തീനിൽ പോയി. വൽ ഇറാഖ് വൽ അർദുൻ വ മിസ്ർ, ഇവിടെയൊക്കെ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. ഇസ്തഗല ബിത് തഹരീരി വത്തഅലീഫിൽ അദബി, സാഹിത്യ രചനകളിലും തഹരീർ, എഡിറ്റിങ്ങിലും അദ്ദേഹം ജോലി ചെയ്തു. വ അൻഷദ ജരീദത്തുൽ അയ്യാം, അൽ അയ്യാം പത്രം അദ്ദേഹം സ്ഥാപിച്ചു. വമിൻ മുഅല്ലഫാതിഹി, അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ടതാണ് അൽ മസാലിസ് വൽ മസാനി വ യഖലത്തു റൂഹി വത്തഅമ്മുലാത്ത് വഗൈറുഹ, അതേപോലുള്ള ഒരുപാട് രചനകൾ അദ്ദേഹത്തിനുണ്ട്. ഹൗലൽ മൻലൂം, ഈ കവിതയുടെ ആശയമാണ് പറയുന്നത്. യുഅബ്ബിറു ഷാഇർ ഫി ഹാദൽ മൻലൂം, ഈ കവിതയിൽ കവി പറയുന്നു, പ്രകടിപ്പിക്കുന്നു, ഹുബ്ബഹു വ വലാഅഹു, അദ്ദേഹത്തിന്റെ സ്നേഹവും വിശ്വസ്തതയും, അൽ ഹഖീഖിയ, യഥാർത്ഥത്തിലുള്ള സത്യമായ, തുജാഹലോത്തിൽ അറബി ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്നേഹവും വിശ്വസ്തതയും അദ്ദേഹം ഈ കവിതയിലൂടെ പ്രകടിപ്പിക്കുന്നു.
അബ്ബറ മീൻസ് ടു എക്സ്പ്രസ്, പ്രകടിപ്പിക്കുക. യഖൂലു ഇന്നൽ ലുഗത്തൽ അറബിയ്യത ഹിയ ആശിഖത്തുഹു അൽ വഹീദത്തു. അദ്ദേഹം പറയുന്നു അറബി ഭാഷ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഏക പ്രണയിനി. വഹുവ ലാ യുബാലി ലൗമത്ത ലായിമിൻ. ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും അദ്ദേഹം പരിഗണിക്കുന്നില്ല. ഫി മഹബത്തിഹ, അതിനോടുള്ള ഇഷ്ടത്തിൽ. വലാ യർത്തളി ബി ഐ ലോകത്തിൻ സിവാഹ. അറബി ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയെയും അദ്ദേഹം തൃപ്തിപ്പെടുന്നുമില്ല. വകദാലിക യുൻഫിഖു കുല്ല നഫീസിൻ. അതേപോലെ അദ്ദേഹം തന്റെ എല്ലാ ശ്വാസോച്ഛ്വാസവും ചിലവഴിക്കുന്നു. ലിയജ്ലിഹ, അറബി ഭാഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം പോലും. വയുളഹി ഹുവ വന്നാസു, അദ്ദേഹവും ജനങ്ങളും ത്യജിക്കുന്നു. ജമീഅൻ, എല്ലാവരും. ബിൽ ഹയാത്തിലഹ, അതിനുവേണ്ടി, അറബി ഭാഷയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നു, തങ്ങളുടെ ജീവിതം ത്യജിക്കാൻ തയ്യാറാണ്. വഇന്ന ഹുബ്ബഹു ലില്ലുഗത്തിൽ അറബിയ്യത്തി, അറബി ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഖദ് അലമ്മ ബിനഫ്സിഹി, അദ്ദേഹത്തിന്റെ മനസ്സിനെ അതൊരു വേദനയാക്കിയിട്ടുണ്ട്. വ തജ്രി മജറ ദമി ഫി ജിസ്മിഹി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉള്ള മജറദ്ദം, രക്തചംക്രമണത്തിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. മീൻസ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വഖദ് തദവ്വഖ ഹലാവത്ത് ലുഗത്തിഹി, അദ്ദേഹം തന്റെ ഭാഷയുടെ മധുരം നുകർന്നിട്ടുണ്ട്. മിൻ തർനീമത്തിൽ ഉമ്മി, ഉമ്മയുടെ പാട്ടിൽ നിന്നും. വദുആബത്തിൽ അബി, ഉപ്പയുടെ തമാശകളിൽ നിന്നും. വഹുവ യദ്ദഇ, അദ്ദേഹം വാദിക്കുന്നു. അന്നഹു ഇക്തസബ ജമീഅൽ ഉലൂമി, അദ്ദേഹം എല്ലാ അറിവുകളും നേടിയത്. വൽഫുനൂൻ, എല്ലാ കലകളും അദ്ദേഹം കരസ്ഥമാക്കിയത്. ബിവാസിത്തത്തിൽ ലോകത്തിൽ ഹബീബത്തി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ ഭാഷയിലൂടെയാണ്. വകദാലിക, അതേപോലെ യുഅ്ലിനു അന്ന ഇസ്സത ലുഗതിഹി വഹുസ്നഹ, അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഇസ്സത്ത്, പ്രതാപവും അതിന്റെ ഹുസ്ൻ, അതിന്റെ സൗന്ദര്യവും തസ്ദാദു യൗമൻ ഫയൗമൻ, ദിനേന വർദ്ധിക്കുകയാണ് എന്ന്. വയഖൂൽ, അദ്ദേഹം പറയുന്നു, ഇന്ന ഹാദിഹി ലുഗത മിൻ തുറാസി ആബാഇഹി വ അജ്ദാദിഹി, തന്റെ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യമാണ് ഈ ഭാഷ എന്ന് അദ്ദേഹം പറയുന്നു. വ ഇന്നല്ലാഹ തബാറക വ തആല, അല്ലാഹു തആല ഖദ് റഫഅ മകാനഹ, അതിന്റെ സ്ഥാനം, അറബി ഭാഷയുടെ സ്ഥാനം, വ മർതബതഹ, അതിന്റെ സ്ഥാനം ഉയർത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വഹുവ യുഹർരിലു അബ്നാഅഹി ജീലിഹി, അദ്ദേഹം തന്റെ തലമുറയിലെ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഹറള, പ്രേരിപ്പിച്ചു. വ മുആസിരിഹി, തന്റെ സമകാലീനരായ ആളുകളെ പ്രേരിപ്പിക്കുന്നു. അന്യഖൂമു ബി ഇആദത്തി മജ്ദിഹ, അതിന്റെ മജ്ദ്, അതിന്റെ മഹത്വം തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നു. വ ഇസ്തിർദാദി ഇസ്സതഹ, അതിന്റെ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നു. വ അഖീറൻ, അവസാനം, യസ്റഹു, അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അന്നഹു ലൈസ ഫി ദുനിയ അഹദൻ, ദുനിയാവിൽ ഒരാളുമില്ല. ഖസിറ ബി മഹബ്ബതി ഹാദിഹി ലോകത്ത്, ഈ ഭാഷയെ സ്നേഹിച്ചതുകൊണ്ട് നഷ്ടത്തിലായ ഒരാളുമില്ല. വ ഈസാരിഹ അലാ സിവാഹ, ഇതിനേക്കാൾ, മറ്റുള്ള ഭാഷകളെക്കാൾ ഇതിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ഇതിന് മുൻഗണന നൽകിയതുകൊണ്ട് നഷ്ടം സംഭവിച്ച ഒരാളും ഈ ലോകത്തിലില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇനി നഖ്റ സുത്തൂറ വ തസ്രിഹാത്ത്, ഈ വരികളും താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകളും നോക്കിയിട്ട് ഓരോ വരികളുടെയും സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. യക്സുറു ഇസ്സുൽ ലോകത്തിൽ വശറഫുഹ, ഭാഷയുടെ പ്രതാപവും മഹത്വവും അധികരിക്കുന്നു. ഫി കുല്ലി ഹീനി വഖ്തിൻ, എപ്പോഴും അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഇവിടെ? കുല്ലമാ മറ സമാനൻ, മൂന്നാമത്തെ വരി അല്ലേ? സാതഹ മഹത്മദഹം വജാഹ, കാലം കഴിയും തോറും അതിന്റെ പ്രശസ്തിയും പ്രതാപവും ഉയരുകയാണ് ചെയ്യുന്നത്. അടുത്തത് മഹബത്തു ലോകത്തി അസറത്ത് ഫി ജമീൻ നാസി, ഭാഷയോടുള്ള സ്നേഹം എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വരി ഏതാണ്? നസലത്ത് ഫി കുല്ലി നഫ്സിൻ വ തമശത്ത് ഫി ദിമാഹ, എല്ലാവരുടെ മനസ്സിലും ഈ അറബി ഭാഷ ഇറങ്ങിയിരിക്കുന്നു, അവരുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അടുത്തത് ഇൻഷാദുൽ വാലിദത്തി വ തകല്ലുമുൽ അബി, ഉമ്മയുടെ പാട്ടും ഉപ്പയുടെ സംസാരവും കാനാ ബിഹാദിഹി ലോകത്ത്, ഈ ഭാഷയിലായിരുന്നു എന്ന് പറയുന്ന ഏത് വരിയിലാണ്? വബിഹൽ ഉമ്മു തഗന്നത് വബിഹൽ വാലിദു ഫാഹ. ഇനി അടുത്തത് ഷറഫ് അല്ലാഹു തആല റായത്തുൽ അറബിയത്തി അല്ലത്തി അഹബ്ബഹ ലാബാവ്, പൂർവ്വപിതാക്കന്മാരൊക്കെ ഇഷ്ടപ്പെട്ട തങ്ങളുടെ അറബി ഭാഷയുടെ പതാകയെ അള്ളാഹു മഹത്വപ്പെടുത്തട്ടെ എന്ന് പറയുന്നത് ലാസ്റ്റ് വരെയാണ് അല്ലെ. ലോകത്തുൽ അജ്ദാദി ഹാദിഹി റഫ അല്ലാഹു ലിവഹ എന്നത്. നുഅദ്ദു മുദക്കറത്തുൻ വജീദത്തുൻ, നമുക്കൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാം. അൻ മഹബ്ബത്തി ഷായിരി ലിൽ അറബിയത്തി, അറബി ഭാഷയോടുള്ള ഷായറിന്റെ ഇഷ്ടത്തെക്കുറിച്ച്. അത് നേരത്തെ നമ്മൾ അതിന്റെ ഉള്ളടക്കം വായിച്ചത് തന്നെയാണ്, ഒന്നുകൂടി തയ്യാറാക്കി നോക്കാം. ലാ തലുംനി, എന്നെ ആക്ഷേപിക്കണ്ട എന്ന കവിത, അത് ഖസീദത്തുൽ ലിശായിരി ലുബ്നാനി ഹലീം ദമോസിന്റെ കവിതയാണ്. അദ്ദേഹം യുൽഹിറു ഷായിർ ഫി ഹാദിഹിൽ ഖസീദത്തി ഹുബ്ബഹു അൽ അമീഖ, കവി ഈ ഖസീദത്തിൽ, ഈ കവിതയിൽ
പ്രകടിപ്പിക്കുന്നു. ഹുബ്ബഹുൽ അമീഖ, തന്റെ അഗാധമായ സ്നേഹം, ലാ മസീല ലഹു, തുല്യതയില്ലാത്ത തന്റെ സ്നേഹം, ലില്ലോത്തിൽ അറബിയത്തെ, അറബി ഭാഷയോടുള്ള സ്നേഹത്തെയാണ് അദ്ദേഹം ഇതിൽ പ്രകടിപ്പിക്കുന്നത്. മുഅക്കിദൻ, ഉറപ്പിച്ചുകൊണ്ട്, അന്നഹ ലോത്തുഹുൽ വഹീദത്തു, അദ്ദേഹത്തിന്റെ ഏക ഭാഷ ഇതാണ് എന്ന്, അല്ലത്തി യഹ്വഹ, താൻ സ്നേഹിക്കുന്ന ഒരേ ഒരു ഭാഷ ഇതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട്. വ അന്ന ഹാദ ശഗ്ഫ ലൈസ മുഖ്തസിറൻ അലൈഹി ഫഖത്ത്, മാത്രമല്ല ഈ ഷഗഫ്, ഈ താല്പര്യം, ഈ ഇഷ്ടം അദ്ദേഹത്തിൽ മാത്രം ചുരുങ്ങുന്നതല്ല. ബൽ യുഹിബ്ബുഹ വയഫ്തദീഹ കുല്ലു ശഅബി, ജനങ്ങളെല്ലാവരും, തന്റെ അറബ് ജനത മുഴുവൻ ഈ ഭാഷയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഫഹിയ ഖദ് നസലത്ത് ഫി കുല്ലി നഫ്സിൻ, എല്ലാ മനസ്സിലും ആ അറബി ഭാഷ ഇറങ്ങിയിരിക്കുന്നു. വസറത്ത് ഫി ദിമായി, രക്തങ്ങളിലൂടെ അത് സഞ്ചരിച്ചിരിക്കുന്നു. വമകാനത്തു ഹാദിഹി ലോകത്തെ അളീമത്തിൻ, ഈ ഭാഷയുടെ സ്ഥാനം മഹത്തരമായതാണ്. ഫഹിയ ലോകത്തുൽ ഉമ്മി വല്ലബി, ഉമ്മയുടെയും ഉപ്പയുടെയും ലോകത്താണിത്. വഹിയല്ലത്തി യതജല്ല ബിഹൽ ഫന്നു, കലകൾ പ്രകാശിക്കുന്നത് ഈ ഭാഷയിലൂടെയാണ്. വയതബഹ ബിഹൽ ഇൽമു, വിജ്ഞാനം ശോഭിക്കുന്നത് ഈ ഭാഷയിലൂടെയാണ്. വഖദ് സാദത്ത് റിഫഅത്തൻ വ മജ്ദൻ, അതിന്റെ സ്ഥാനവും അതിന്റെ മഹത്വവും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. മഅ മുറൂരി സമാനി, കാലത്തിന്റെ പോക്കിൽ. വ യുനാശിദു ശാഇറു അബ്നാഅഹ, കവി അറബി ഭാഷയുടെ മക്കളെ വിളിക്കുന്നു, മക്കളെ പ്രേരിപ്പിക്കുന്നു. അൻ യുഈദു ലഹ മകാനതഹ, അതിന്റെ സ്ഥാനം തിരിച്ചു കൊണ്ടുവരാൻ. മുഅക്കിദൻ, ഉറപ്പിച്ചുകൊണ്ട്, അന്ന ശഅബല്ലദി യുഖ്ലിസു ഫീ ഹുബ്ബി ലോത്തിഹി, ഈ ഭാഷയോട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഷാബ്, ഈ ഭാഷയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ജനത, വഖ്തിയാരിഹ, ഇതിനെ സെലക്ട് ചെയ്യുന്ന ജനത, ലൻ യഖ്സിറ, അവര് നഷ്ടത്തിലാവുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നക്തുബു അൽ മാന അൽ മർക്കസിയ മിനസ് സത്രി താരി, താഴെ ഒരു വരി കൊടുത്തിട്ടുണ്ട്. ആ വരിയുടെ അർത്ഥം നമുക്ക് പറയാം. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ, സഹോദര, 6 കാര്യങ്ങൾ കൊണ്ടല്ലാതെ അറിവ് ലഭിക്കുകയില്ല. സഉനബ്ബീക അൻ മജ്മൂഇഹാ ബിബയാനിൻ, അതേതൊക്കെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്തൊക്കെയാണവ? സകാഉം വഹിർസും വസ്തിബാറും വബിലുഗ. ഒന്ന് സകാ, ബുദ്ധിശക്തിയാണ്. വഹിർസ്, ആഗ്രഹമാണ്. വസ്തിബാർ, ക്ഷമ. വബിലുഗ, പിന്നെ ഭാഷ. വൈർഷാദിൽ ഉസ്താദ്, പിന്നെ ഗുരുനാഥന്റെ മാർഗദർശനം. വതൂലു സമാൻ, പിന്നെ ദീർഘമായ കാലയളവ്, ദീർഘമായ സമയം, കാലം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായ അറിവ് ലഭിക്കുകയുള്ളൂ. നുലാഹിദുൽ അർക്കാമുൽ ആതിയത വനുക്മിലുൽ ഫറഗ, നമ്പറുകളൊക്കെ നോക്കിയിട്ട് ഇവിടെ പൂരിപ്പിക്കാം. 1965 എന്നതിന് എന്ത് പറയുമെന്ന് ഇവിടെ എഴുതാം. അൽഫും വ തിസ്മമിയത്തിൻ വ ഹംസത്തും വ സിത്തൂന, അതാണ് 1965 പറയുക. അടുത്തത് സലാസത്തു ആലാഫിൻ മീൻസ് 3000. സലാസത്തു ആലാഫിൻ വ സബഅമിയത്തിൻ വ സമാനിയത്തിൻ വ ഇസ്നാനി, 3700 എന്നാണ് സലാസത്തു ആലാഫിൻ വ സബഅമിയ എന്ന് പറഞ്ഞാൽ. പിന്നെ 82,000 ഉദ്ദേശിച്ചത്, 82 ഉദ്ദേശിച്ചത് എങ്കിൽ സലാസത്തു ആലാഫിൻ വ സബഅമിയത്തിൻ വ ഇസ്നാനി വ സമാനൂന എന്നാണ് പറയേണ്ടത്. ഇവിടെ സമാനിയത്ത് വൈസ്നാനി എന്ന് പറഞ്ഞാൽ 82 എന്നാണ്, അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ഇനി 4/3/1977 അതെങ്ങനെ പറയും? മീലാദിയ. റാബിഉ മാരിസിൻ ആമ അൽഫിൻ വ തിസ്ഇമിയത്തിൻ വ സബഅത്തിൻ വ സബഈന മീലാദിയ. മാരിസ് 3 മാസം മാർച്ചാണല്ലോ, അതാണ് മാരിസ് പറഞ്ഞത്. ഇനി അടുത്തത് 24/9/86 ആണ് അല്ലേ. അപ്പോൾ റാബിഉം വ ഇശ്റൂന 24, റാബിയും വ ഇശ്റൂന 9 സെപ്റ്റംബർ ആണല്ലേ. റാബിയും വ ഇശ്റൂന സെപ്റ്റംബരിൻ ആമ അൽഫിൻ വ സബഇമിയത്തിൻ വ സിത്തത്തിൻ വ സമാനീന മീലാദിയ. അടുത്തത് 18/5/482 ഹിജറയാണ്. അപ്പോൾ സാമിന അഷറ 5 എന്ന് പറയുമ്പോൾ ജുമാദൽ ഊല അല്ലേ, ജുമാദൽ ഊലയാണ്. അപ്പോൾ സാമിന അഷറ ജുമാദൽ ഊല ആമ 400 വ ഇസ്നൈനി വ ആമ 400 വ ഇസ്നൈനി വ സമാനീന മീൽ ഹിജിരിയ. ഇനി അടുത്ത 10/3 അതും ഹിജിറാണ്, റബീഉൽ അവലാണ് അല്ലേ. അപ്പോൾ ആഷിറു റബീഉൽ അവലി ആമ അൽഫിൻ വ 400 വ സിത്തത്തിൻ വ സലാസീന ഹിജിരിയ.
അങ്ങനെ എഴുതുക. നുലാഹിദുൽ ജുമലൽ ആതിയത്ത, താഴെയുള്ള ജുംലകൾ നിരീക്ഷിക്കാം. വനക്തുബു ഹംസ ജുമലിൻ, എന്നിട്ട് 5 ജുംലകൾ നമുക്ക് എഴുതാം. തസ്തമിലു അലൽ ഫാഇൽ വൽ മഫൂൽ ബിഹി, ഫായിലും മഫൂൽ ബിഹിയും ഉള്ള 5 ജുംല ഉണ്ടാക്കാം. ഒന്നാമത്തെ കോളത്തിൽ ഫായിലും രണ്ടാമത്തെ കോളത്തിൽ മഫൂൽ ബിഹിയുമാണ് നിറങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ചുവന്ന നിറമൊക്കെ ഫായിലാണ്, നീല നിറമൊക്കെ മഫൂൽ ബിഹിയാണ്. ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസത്തി, മുഹമ്മദ് സ്കൂളിലേക്ക് പോയി. ജാഅത്ത് ഫാത്തിമത്തു മിനൽ കുല്ലിയത്തി, ഫാത്തിമ കോളേജിൽ നിന്നും വന്നു. ഫായിൽ അറിയാമല്ലോ, ദഹബ എന്ന ഫെയിൽ, ആ ഫെയിൽ ചെയ്തയാളാണ് ഫായിൽ. ഏത് ഫെയിലും സംഭവിക്കണമെങ്കിൽ ആ ഫെയിൽ ചെയ്ത ഒരാൾ വേണം. അത് മനുഷ്യനോ മൃഗമോ എന്തെങ്കിലും വസ്തുക്കളോ എന്തുമാകാം. ഓക്കെ, ഉദാഹരണത്തിന് സക്കത്തത്ത് തുഫാഹത്തുൻ, ഒരു ആപ്പിൾ വീണു എന്ന് പറയുമ്പോൾ സക്കത്ത ഫെയിലാണ്, അതിന്റെ ഫായില് തുഫാഹത്താണ്, ആപ്പിളാണ്. അങ്ങനെ എന്തും ഫായിലാകും. ഇനി യംല ഉൽ ബർക്കു, മിന്നൽ എന്ത് ചെയ്യുന്നു, മിന്നുന്നു. ഫിസമായി, ആകാശത്ത് മിന്നലാണ്, ബർക്കാണ് അവിടെ ഇത് ഫായില്. തനാമുത്തിഫിലത്ത് മാലുമ്മി, കുട്ടി ഉമ്മയോടൊപ്പം ഉറങ്ങുന്നു. ഫായിലിന്റെ പ്രത്യേകത എന്താ? ഫായിലിന്റെ ഇറാബ് എന്താ? ഫായിലിന്റെ ഇറാബ് റഫ് ആണ്. ഇറാബ് റഫ് ആണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകണം. അതുകൊണ്ടാണ് മുഹമ്മദുൻ ഫാത്തിമത്തു ബർക്കു അങ്ങനെ ലമ്മ് നൽകിക്കൊണ്ട് പറഞ്ഞത്. അടുത്തത് മഫൂൽ ബിഹി. മഫൂൽ ബിഹി എന്ന് പറഞ്ഞാൽ എന്തൊന്നിനെയാണോ ചെയ്തത് അതാണ് മഫൂൽ ബിഹി. റഅ മുഹമ്മദുൻ, മുഹമ്മദ് കണ്ടു സദീഖൻ, കൂട്ടുകാരനെ. അപ്പൊ കൂട്ടുകാരനാണ് മഫൂൽ ബിഹി. മഫൂൽ ബിഹിയുടെ ഇറാബ് നസ്ബാണ്. നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് സദീഖൻ എന്ന് പറഞ്ഞത്. ഫിസൂഖി, മാർക്കറ്റിൽ. ഖറഅത്തിൽ മുദർരിസത്തു അദ്ദുറൂസ, അധ്യാപിക പാഠങ്ങൾ വായിച്ചു. ദുറൂസ മഫൂൽ ബിഹി. യുൻസിലുല്ലാഹു അൽ മത്തറ, അള്ളാഹു മഴയെ ഇറക്കുന്നു. മിനസമായി, ആകാശത്ത് നിന്നും. തുസാഇദ് ഫാത്തിമത്തു ഉമ്മഹ, ഫാത്തിമത്തു തന്റെ ഉമ്മയെ സഹായിക്കുന്നു. ഫിൽ മത്ബഖി, കിച്ചണിൽ. ഇവിടെ ഉമ്മഹ, ഹ എന്നുള്ളതിന് നിറം വേണമെന്നില്ല, കാരണം ഹ എന്നുള്ളത് മറ്റൊരു വാക്കാണ്. അവിടെ മഫൂൽ ബിഹി ഏതാണ്? ഉമ്മ എന്ന പദം മാത്രമാണ് മഫൂൽ ബിഹി, ഹ മഫൂൽ ബിഹി അല്ല. അതുകൊണ്ട് ഉമ്മ മഫൂൽ ബിഹിയുടെ ഇറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് ഉമ്മയുടെ അവസാനത്തെ അക്ഷരമായ മീമിന് ഫതഹ് നൽകിയത്. ഇതേപോലെ ഒരു 5 ജുംല നിങ്ങൾ ഉണ്ടാക്കുക. നഖറുൽ ഫിക്രത്ത, ഈ പാരഗ്രാഫ് വായിക്കാം. വനുതർജിമുഹ ഇലൽ ഇൻജിലീസി, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. യോമൻ, വൺ ഡേ, ഒരു ദിവസം. അർസല വാലിദു സൈദിൻ അഹാഹു, അർസല വാലിദു സൈദിൻ, സെയ്ദ്സ് ഫാദർ സെന്റ്, സെയ്ദിന്റെ പിതാവ് അയച്ചു. അഹാഹു, ഹിസ് ബ്രദർ, തന്റെ സഹോദരനെ. ഇല സൂക്കി, ടു ദ മാർക്കറ്റ്. ഖായിലൻ, സെയിങ്, പറഞ്ഞുകൊണ്ട്. അങ്ങാടിയിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയച്ചു. എന്താണ് പറഞ്ഞത്? ഉരീദു ബഅലൽ ഖദറാവാത്തി, ഐ വാണ്ട് സം വെജിറ്റബിൾസ്, എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. മിനസൂക്കി, ഫ്രം ദി മാർക്കറ്റ്. വ അതാഹു മിഅത റുബിയത്തിൻ, എന്നിട്ട് അദ്ദേഹം 100 രൂപ അവന് കൊടുത്തു. ആൻഡ് ഗേവ് ഹിം 100 റുപ്പീസ്. അതാഹു മിഅത റുബിയത്തിൻ. ഖറജൽ അബു ഇല മൗഖിഫിൽ ഹാഫിലത്തി, ഉപ്പ ബസ് സ്റ്റോപ്പിലേക്ക് പുറപ്പെട്ടു. ഖറജൽ അഹു, ഒരു സഹോദരൻ ബസ് സ്റ്റോപ്പിലേക്ക് പുറപ്പെട്ടു. ദ ബ്രദർ വെന്റ് ഔട്ട് ടു ദി ബസ് സ്റ്റോപ്പ്. ഇൻതളറൽ ഹാഫിലത്ത, അവൻ ബസ്സിനെ കാത്തിരുന്നു. ആൻഡ് വെയിറ്റഡ് ഫോർ ദി ബസ് ഖലീലൻ, കുറച്ച് സമയം. ഫോർ എ വൈൽ. ഫജാ സദീഖുഹു രാജൻ, ദെൻ ഹിസ് ഫ്രണ്ട് രാജൻ കെയിം, അപ്പോൾ അവന്റെ കൂട്ടുകാരനെ രാജൻ വന്നു. ഫി സയ്യാറത്തിൻ, ഇൻ എ കാർ. വഹുവ അയ്ളൻ യറൂഹു ഇലൽ മദീനത്തി, ഹി ഈസ് ഓൾസോ ഗോയിങ് ടു ദി സിറ്റി, അയാളും സിറ്റിയിലേക്കാണ് പോകുന്നത്. ഫറക്കിബ അഹു സെയ്ദിൻ ഫി സയ്യാറത്തി, സോ സെയ്ദ്സ് ബ്രദർ ഗോട്ട് ഇൻ ദ കാർ, അതുകൊണ്ട് സെയ്ദിന്റെ ബ്രദർ കാറിൽ കയറി. വറജഅ ബഅദ ശിറാഇൽ ഖദറാവാത്തി ഇലൽ ബൈത്തി, അങ്ങനെ സാധനങ്ങൾ, പച്ചക്കറികൾ വാങ്ങിയതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. ആൻഡ് ദേ റിട്ടേൺഡ് ഹോം എന്ന് പറഞ്ഞാൽ റിട്ടേൺഡ് ടു വേണമെന്നില്ല. ആഫ്റ്റർ ബൈയിങ് ദ വെജിറ്റബിൾസ്, പച്ചക്കറികൾ വാങ്ങിയതിനു ശേഷം മടങ്ങി. ഓക്കെ, അൽ ഫായിലു ഇസ്മും മർഫൂഉൻ, ഫായിൽ എന്ന് പറഞ്ഞാൽ റഫ് ചെയ്യപ്പെട്ട ഇസ്മാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണത്. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്.